ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന സൗഭാഗ്യങ്ങളാണ്. ഒരു മരണം നമ്മളെ ഏറെ വേദനിപ്പിക്കുന്ന സമയത്തു തന്നെ നാളെ മരിക്കാനിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം, എങ്ങനെയായിരിക്കും നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോകുക? ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനാപകടത്തിന്റെ രൂപത്തിലോ മറ്റേതെങ്കിലും അർത്ഥത്തിലുള്ള മരണമോ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് എത്രമാത്രം അള്ളാഹുവിന്റെ അരികിലേക്ക് മനോഹരമായി തിരിച്ചു പോകാൻ സാധിക്കും? റബ്ബ് വിശ്വസിച്ചേൽപ്പിച്ചു തന്ന ഉത്തരവാദിത്വം നിർവഹിച്ചവരായിട്ട് റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കുമോ എന്ന ചിന്തയാണ് എന്നെയും നിങ്ങളെയും ഈ ലോകത്ത് ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ടത്. ഇന്ന് പൊതുവെ സമൂഹത്തിലുള്ള ഒരു ധാരണ, അത്യാവശ്യം പഠിച്ച് അവനവന്റേതായ ഒരു ജോലിയൊക്കെ കണ്ടെത്തി അവന്റേതായ ജോലിയിൽ വ്യാപൃതനായി ലൈഫിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആളുകളൊക്കെ അവരെ നോക്കിയിട്ട് പറയും, ജീവിതത്തിൽ വിജയിച്ചവനാണവൻ, എല്ലാ പരീക്ഷയും ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി, വാപ്പ പഠിപ്പിച്ചതിനനുസരിച്ച് പഠിച്ചു, അവന്റേതായ ചിന്തകൾക്കനുസരിച്ച് അവൻ കുടുംബം നോക്കി ജീവിക്കുന്നു എന്ന് ചില ആളുകളെ നോക്കിയിട്ട് നമ്മൾ വിലയിരുത്താറുണ്ട്. അതാണോ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം? മറ്റു ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലർ പറയും, ആള് നല്ല ചെറുപ്പക്കാരനാ, പൊതുവെ എല്ലാ കാര്യത്തിലും ഇടപെടും, ആരോടും വേണ്ടാത്തരത്തിനൊന്നും ഇടപെടില്ല, അവന്റേതായ വിദ്യാഭ്യാസം, അവന്റേതായ ജീവിതം, അവന്റേതായ ഇടപെടലുകൾ അത് മാത്രമായി ജീവിക്കുന്നു. എന്നിട്ട് അവനെ ചൂണ്ടിയിട്ടും പറയും, ആരോടും ഒന്നിനും പോകാത്തവനായതുകൊണ്ട്, ഒരു വിഷയത്തിലും ദീനീപരമായി ഇടപെട്ടൊരു ശത്രുത ഇല്ലാത്തതുകൊണ്ട് ആ വ്യക്തിയെ ചൂണ്ടിയിട്ട് പറയും, നല്ല ചെറുപ്പക്കാരനാ, അവന്റെ പണി, അവന്റെ ജോലി, അവന്റെ കുടുംബം, അവന്റേതായ ഇഷ്ടങ്ങൾ. ഇതാണോ ഒരു നല്ല യുവാവിന്റെ ലക്ഷണം? അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തി, വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നൊരു സമൂഹമുണ്ടാകട്ടെ, ഒരു സംഘമുണ്ടാകട്ടെ. വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ്, സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തെ തൊട്ട് തടയുകയും നന്മയുടെ പാന്താവിൽ നിലനിന്നുകൊണ്ട് പണിയെടുക്കുകയും ചെയ്യുന്ന ഒരു ജനതയുണ്ടാകട്ടെ. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥത്തിൽ വിജയികൾ. അള്ളാഹുവിന്റെ മതത്തിന് വേണ്ടി പ്രവർത്തിക്കാതെ, റബ്ബേൽപ്പിച്ചു തന്ന വിശ്വസിച്ചേൽപ്പിച്ച ആദർശത്തിന് വേണ്ടി പണിയെടുക്കാതെ, അവനവന്റെ ജീവിതത്തിന്റെ സൗകര്യങ്ങളും സന്തോഷങ്ങളും മാത്രം നോക്കി ജീവിക്കുന്നവൻ നല്ലവൻ എന്ന് അല്ലാഹു തആല പ്രയോഗിച്ചിട്ടില്ല. മറിച്ച് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു, റബ്ബിന്റെ ദീനിന് വേണ്ടി പണിയെടുക്കുന്നവർ, അള്ളാഹുവിന്റെ മതത്തിന് വേണ്ടി പടച്ച റബ്ബിന്റെ പ്രവാചകൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്നവൻ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ജനങ്ങളിൽ ഏറ്റവും നല്ല വാക്കുകൾ ഉച്ചരിക്കുന്നവൻ, ആയിരങ്ങളുടെ സ്റ്റേജുകൾക്ക് മുൻപിൽ വ്യത്യസ്തമായ തോരണങ്ങൾക്കും കതിനപ്പൊട്ടികൾക്കുമിടയിൽ തന്റെ സ്വരമാധുരി കൊണ്ട് ആർത്തുല്ലെത്തുന്ന ജനക്കൂട്ടത്തെ സംഗീതത്തിന്റെ മായാലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നവനല്ല ആദരിക്കപ്പെടേണ്ടവൻ. ഏതെങ്കിലും തോന്നിവാസങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് സമൂഹത്തിനിടയിൽ അരക്ഷിതാവസ്ഥകളും തോന്നിവാസങ്ങളും പടർത്തുന്നവനല്ല വിജയി. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, റബ്ബിന്റെ മാർഗത്തിൽ ക്ഷണിക്കുന്നവൻ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നവൻ, എന്റെ റബ്ബെന്നെ ഏൽപ്പിച്ച ആദർശ പ്രബോധന രംഗത്ത് തന്റെ യൗവനം ഉപയോഗപ്പെടുത്തുന്നവൻ, അവനാണ് റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽപ്പെട്ടവനെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നു. പക്ഷേ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. ചിന്തിച്ചു നോക്കൂ, തിന്നും കുടിച്ചും രമിച്ചും ആസ്വദിച്ചും സിനിമാ നടന്മാർക്കും പരസ്യ മോഡലുകൾക്കും വേണ്ടി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് യുവാക്കളെ ഈ സമൂഹത്തിൽ പലതും നമുക്ക് കാണാൻ സാധിക്കും. ഏറെ സങ്കടകരമായ അവസ്ഥകളിലൂടെ ജീവിതത്തിന്റെ ലക്ഷ്യം പോലും മറന്ന് ജീവിതത്തിന്റെ സർവ്വ ആഡംബരങ്ങളിലും ഒഴുകി ജീവിക്കുന്ന ആയിരക്കണക്കിന് യൗവനങ്ങളും യുവതികളും ഈ സമൂഹത്തിന്റെ പല ഭാഗത്തും നമ്മളെ ബോധ്യപ്പെടുത്തി തരുമ്പോ
ഒരു ഭാഗത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പെരുകിക്കൊണ്ടിരിക്കുന്നു. അന്ധവിശ്വാസമാണ് എന്റെ വിശ്വാസം എന്ന് തിരിച്ചറിയാനുള്ള ധാർമ്മിക ബുദ്ധി പോലും ചില യുവാക്കൾക്ക് ഇല്ലാതായതിന്റെ ലക്ഷണമാണ് ഇക്കഴിഞ്ഞ ബിദ്അത്താക്കപ്പെട്ട ആഘോഷങ്ങളിൽ പോലും ഞങ്ങളുടെ നേതാക്കന്മാര് കയറാത്ത സ്വർഗം ഞങ്ങൾക്ക് വേണ്ട എന്ന് മീഡിയക്ക് മുൻപിൽ പറഞ്ഞ് അതൊരു അഭിമാനമായി കാണുന്ന യൗവന കൂട്ടങ്ങളെ നമ്മൾക്ക് കാണേണ്ടി വന്നത്. റബീഉൽ അവ്വൽ 12-ന് റോഡുകൾ ബ്ലോക്ക് ചെയ്ത് 20,000 വാട്സിന്റെ സംഗീതത്തിന്റെ പടക്കങ്ങൾക്കനുസരിച്ച് കള്ളുകുടിയനെ പോലെ, ലഹരി ബാധിച്ചവനെ പോലെ തലയിൽ റിബണും കെട്ടി റോഡ് ബ്ലോക്കാക്കി തുള്ളിക്കൊണ്ടിരിക്കുന്ന യൗവനങ്ങൾക്ക് മുൻപിൽ ജീവിതത്തിലേക്ക് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മതത്തിന്റെ ഭാഗമായി പഠിപ്പിക്കുന്ന പുരോഹിതന്മാരുടെ വാക്കുകൾ കേട്ട് തൊണ്ട തൊടാതെ വിഴുങ്ങി ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ചുണ്ടിലെരിയുന്ന സിഗരറ്റും മാടിക്കൊത്തുന്ന മുണ്ടുകളും ജീവിതത്തിൽ നാവിനടിയിൽ തിരികലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും ഞരമ്പുകളിൽ കുത്തിത്താഴ്ത്തലും ആണത്തമായി സമൂഹത്തിന്റെ മീഡിയകൾ ഇന്നത്തെ യുവാക്കൾക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. സഹപാഠിയുടെ മുതുക്കത്ത് പേനക്കത്തി കൊണ്ട് ചിത്രം വരച്ച് ചിറ്റിത്തെറിക്കുന്ന ചുടുരക്തം കണ്ട് ആനന്ദ നൃത്തമാടി രാഷ്ട്രീയക്കാരന്റെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്നത് മുതൽ കലാലയ ക്യാമ്പസുകളിലേക്ക് കയറി വരുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളെ റാഗിങ്ങിന്റെ പേരും പറഞ്ഞ് മനുഷ്യൻ വിസർജിക്കുന്ന ക്ലോസറ്റുകളിലേക്ക് മുഖം പിടിച്ചു താഴ്ത്തുന്ന ക്രൂരമായ മനസ്സിന്റെ ഉടമകളിലേക്ക് ഇന്നത്തെ യൗവനങ്ങളിൽ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളെ ഏറെ സങ്കടപ്പെടുത്തുന്നുണ്ട്. എല്ലാത്തിന്റെയും അവസാനം ഒന്നുകിൽ ആത്മഹത്യയിലേക്ക് എത്തുന്നു, അതല്ലെങ്കിൽ മാരക അസുഖങ്ങളിലേക്ക് എത്തുന്നു, അതല്ലെങ്കിൽ ജീവിതത്തിന്റെ ലക്ഷ്യം മറന്ന് ഒരു ഭ്രാന്തമായ ജീവിതത്തിലേക്ക് ആ യൗവനങ്ങൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട യുവാക്കളെ, ഇവിടെയാണ് ഇസ്ലാം കൃത്യമായി ഈ സമൂഹത്തിനൊരു ദിശാബോധം കൊടുക്കുന്നത്. വളരുന്ന യൗവനങ്ങളാണോ, കൗമാരങ്ങളാണോ, യുവത്വത്തിന്റെ ആദർശത്തിന്റെ ബന്ധമുള്ളവരാണോ എങ്കിൽ ഈ സമൂഹത്തിന്റെ പുരോഗതി യുവാക്കളുടെ കൈകളിലാണ്. ആർത്തലച്ചു വരുന്ന അന്ധവിശ്വാസങ്ങൾക്ക് മുൻപിൽ, ഈ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന കപടതയുടെ മുൻപിൽ, രാഷ്ട്രീയക്കാരന്റെ വിടുവായത്തങ്ങൾക്ക് മുൻപിൽ, പെണ്ണിനെ മാത്രം മുൻനിർത്തി വിലവേശിക്കുന്ന രാഷ്ട്രീയ കോമരങ്ങൾക്ക് മുൻപിൽ, അന്ധതയുടെയും അനാചാരത്തിന്റെയും കോട്ടകളിലേക്ക് ഉമ്മത്തിനെ കൊണ്ടുപോകുന്നതിന്റെ മുൻപിൽ ആർജവത്തോടെ യൗവന സമൂഹത്തിന് നെഞ്ചും വിരിച്ചു നിൽക്കാൻ സാധിച്ചാൽ ഏത് സമൂഹവും പുരോഗതി കൈവരിച്ചത് യുവാക്കളുടെ കർമ്മശേഷിയിലൂടെയാണ്. അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ ലോകത്തിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ കൽപ്പിക്കുകയും ചെയ്തു. മഹാനായ തിരുദൂതൻ ഒരിക്കൽ മദീന പള്ളിയിൽ വെച്ച് സുഹാബത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, അശ്ശാബു ശുഅബത്തു മിനൽ ജുനൂൻ. യൗവനം എന്നാൽ അതൊരു ഭ്രാന്തമായ അവസ്ഥയാണ്. എന്തിനോട് മോഹം തോന്നുന്ന ഒരു കാലഘട്ടം. പല മക്കളെ കുറിച്ചും രക്ഷിതാക്കൾ പറയാറില്ലേ, 10ാം ക്ലാസ് വരെ എന്റെ കുട്ടി നല്ല കുട്ടിയായിരുന്നു, അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി അവന്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരാൻ. ശരിയാ, ഒരു കുട്ടിയുടെ 13 വയസ്സിന്റെ ടീനേജ് പ്രായം 13 മുതൽ 20 വരെയും അവിടെ നിന്ന് അങ്ങോട്ടും അവന്റെ ജീവിതത്തിൽ പലതിനോട് മോഹം തോന്നുന്ന കാലഘട്ടം, പലതും ആഗ്രഹിക്കുന്ന കാലഘട്ടം, എന്തും മോഹത്തോടു കൂടി സ്വന്തമാക്കാൻ മത്സരിച്ചോടുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ആ ഭ്രാന്തമായ അവസ്ഥയെ കൃത്യമായി ചലിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നാശത്തിന്റെ അടിങ്ങളിലേക്ക്, സമൂഹത്തിന്റെ നാശങ്ങളിലേക്ക് ആ യൗവനം എത്തിപ്പെടുന്നത് കാണാൻ സാധിക്കുമെന്ന് ഇസ്ലാമിക ചരിത്രത്തിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ആ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കൂ. ആ ചരിത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിളിയുണ്ട്, പ്രതീക്ഷയുടെ വിളി, പ്രത്യാശയുടെ വിളി. മദീന തെരുവുകളിലും മക്കയിലും ആയിരക്കണക്കിന് സഹാബത്തിനെ നോക്കി ലോകത്തിന്റെ പ്രവാചകൻ വിളിച്ച വിളി, യാ മഅ്ശറ ശബ്ബാബ്, യാ മഅ്ശറ ശബ്ബാബ്. യുവാക്കളെ, അല്ലാഹു തന്ന ആരോഗ്യവും റബ്ബ് നൽകുന്ന കഴിവും പടച്ച റബ്ബ് തന്ന ആയുസ്സും കൊണ്ട് ജീവിക്കുന്ന യുവാക്കളെ എന്ന വിളിയായിരുന്നു അന്ന് അല്ലാഹുവിന്റെ ഹബീബ് മക്കയിലും മദീനയിലും വിളിച്ച ആ വിളി. ആ വിളി സ്വഹാബത്ത് ഏറ്റെടുത്തപ്പോ, യുവാക്കൾ ഏറ്റെടുത്തപ്പോ, പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിന്റെ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെടുന്ന വലിയ മാറ്റങ്ങളിലേക്ക് ആ സമൂഹം എത്തിപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ
ഇസ്ലാമിക ചരിത്രത്തിൽ ഹബീബായ നബി തങ്ങളുടെ ഇസ്ലാമിന്റെ ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന യുവത്വത്തിന്റെ പ്രതീകം ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം പറയാറുണ്ട്. കള്ളപ്രവാചകനായി സ്വയം അവരോധിച്ച് ഞാനാണ് പ്രവാചകൻ, മുഹമ്മദ് അല്ല പ്രവാചകൻ എന്ന് വാദിച്ചിരുന്ന മുസൈലിമ എന്ന മനുഷ്യൻ. മുസൈലിമക്ക് അങ്ങനെ ഒരു വാദമുണ്ട് എന്ന് കേട്ട സമയത്ത് ഒരു എഴുത്തെഴുതി അള്ളാഹുവിന്റെ തിരുദൂതൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിലേക്ക് കയറി ചെന്നു. ആ മദീന പള്ളിയിലിരിക്കുന്ന ഹബീബ് റളിയല്ലാഹു അൻഹുവിനെ അടുത്തേക്ക് വിളിച്ച് ആ എഴുത്ത് കൊടുത്തിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അല്ലയോ ഹബീബ്, താങ്കൾ ഈ എഴുത്തുമായി മുസൈലിമയുടെ അരികിൽ ചെല്ലണം. എന്നിട്ട് മുസൈലിമയുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് താങ്കൾ ഈ കത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കണം. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയത് എന്ന് പോലും ശ്രദ്ധിക്കാതെ ആ എഴുത്തുമായി ഹബീബ് റളിയല്ലാഹു അൻഹു മുസൈലിമത്തുൽ കദ്ദാബിന്റെ വീട്ടിലേക്ക് എത്തി. എഴുത്ത് കയ്യിൽ വാങ്ങുന്ന മുസൈലിമ ഒരൽപ്പം പരുക്കൻ സ്വരത്തോടുകൂടി ചോദിച്ചു, ആരാണ് ഹബീബെ മുഹമ്മദ്? ആരാണ് ഹബീബെ മുഹമ്മദ്? തിരിച്ച് മുസൈലിമയുടെ മുഖത്തേക്ക് നോക്കി ഹബീബ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞ മറുപടി, മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതന. വീണ്ടും ചോദിച്ചു, അല്ലയോ ഹബീബ്, അപ്പം മുസൈലിമ എന്ന ഞാനാരാ? ചോദ്യം കേട്ടിട്ടും കേൾക്കാത്തവനെ പോലെ ചെവി അല്പം കൈകൊണ്ട് താങ്ങിപ്പിടിച്ചിട്ട് ഹബീബ് റളിയല്ലാഹു അൻഹു മുസൈലിമാന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, എന്താ മുസൈലിമ നാവിട്ടലയ്ക്കുന്നത്? കേൾക്കുന്നില്ലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുതിക്കൊടുത്ത വാചനത്തിൽ ഇങ്ങനെയായിരുന്നു, അല്ലയോ മുസൈലിമ, അള്ളാഹുവിന്റെ പ്രവാചകൻ ദൂതൻ മുഹമ്മദ് താങ്കളെ ഉണർത്തുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് എന്ന ഞാനാണ്. അതുകൊണ്ട് താങ്കൾ തെറ്റുതിരുത്തി മുഹമ്മദിനെ അംഗീകരിക്കണം. താങ്കൾ അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങണം. ആ എഴുത്ത് കയ്യിൽ പിടിച്ച് വീണ്ടും മുസൈലിമ ചോദിച്ചു, പറ ഹബീബെ, അപ്പം മുസൈലിമയാരാ? വീണ്ടും ഹബീബിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ച മുസൈലിമാന്റെ മുഖത്തേക്ക് തിരിച്ച് പുച്ഛത്തോടെ നോക്കി ഹബീബ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞ മറുപടി, അല്ലയോ മുസൈലിമ, താങ്കൾ ആര് എന്ന് പോലും എനിക്കറിയില്ല. വീണ്ടും ചോദിക്കപ്പെട്ട അങ്ങനെയാണെങ്കിൽ ആരാ മുഹമ്മദ്? ആകാശങ്ങളിലേക്ക് നോക്കി മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നുറക്കെ പറയുന്ന ഹബീബിനെ പിടിച്ചു കെട്ടാൻ വേണ്ടി മുസൈലിമ കൽപ്പിച്ചു. കെട്ടിയിട്ടപ്പെട്ട ഈത്തപ്പന ഓലയിൽ, ഈത്തപ്പന മരത്തിൽ കെട്ടിയിടപ്പെട്ട ഹബീബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ ഭാഗത്ത് നിന്ന് പച്ച മാംസ കഷണം അരിഞ്ഞെടുത്ത് ആ മാംസ കഷണം കണ്ണിന്റെ നേരെ ചുണ്ടിയിട്ട് വീണ്ടും മുസൈലിമ ചോദിച്ച ചോദ്യമുണ്ട്, പറ ഹബീബെ, ആരാണ് മുസൈലിമ? തന്റെ മാംസ കഷണം കണ്ണിന്റെ നേരെ ചൂണ്ടപ്പെട്ടിട്ടും ആ മാംസ കഷണത്തിലേക്ക് ഒരിക്കൽ പോലും നോക്കാതെ തന്റെ മുൻപിലിരുന്ന് ലോകത്തിന്റെ പ്രവാചകനെതിരെ കള്ളക്കഥകൾ കെട്ടിച്ചമയ്ക്കുന്ന മുസൈലിമയുടെ കണ്ണുകളിലേക്ക് നോക്കി ആർജവത്തോടെ ആദർശബോധമുള്ള ആ ചെറുപ്പക്കാരൻ തിരിച്ചു പറഞ്ഞൊരു മറുപടിയുണ്ട്, മുഹമ്മദുൻ റസൂലുള്ളാഹ് മുസൈലിമത്തുൻ കദ്ദാബുല്ലാഹ്. എന്റെ പ്രവാചകൻ മുഹമ്മദാണെന്നും നീ കള്ളനാണെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് ഹബീബ് റളിയല്ലാഹു അൻഹു ആ സദസ്സിൽ വെച്ച് പ്രതികരിച്ചപ്പോ പിന്നീട് ശരീരത്തിന്റെ പല ഭാഗത്തു നിന്നും മാംസകഷണങ്ങൾ അരിഞ്ഞെടുത്ത് അവസാനം 2 കഷണങ്ങളാക്കി ഹബീബ് എന്ന ചെറുപ്പക്കാരനെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ ഹബീബ് എന്ന ചെറുപ്പക്കാരന്റെ ശരീരത്തിലോടുന്ന അതേ രക്തം, അതേ ആശയം, അതേ ആദർശം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ഇന്ന് വരെ ഒരു ജാറത്തിങ്കിലും പോകരുതെന്ന് പഠിച്ച നമ്മളുടെ സിരകളിലേക്ക്, മക്ബറയിലേക്ക് മൂടാൻ പോകരുതെന്ന് പഠിപ്പിച്ച ആദർശ ബുദ്ധിയിലേക്ക്, ഒരു മന്ത്രി ചൂതുന്നവന്റെ നേരെയും കൈനീട്ടി കൊടുക്കുന്നത് പാടില്ലെന്ന് പഠിച്ച ഇസ്ലാമിന്റെ ആദർശങ്ങൾക്ക് മുൻപിൽ ആ ആർജവത്തോടെ ആ ആദർശ ബോധത്തോടു കൂടി പ്രവർത്തിക്കാനും നമ്മെ കൊണ്ട് സാധിച്ചിട്ടില്ല എങ്കിൽ യുവത്വമെന്ന റബ്ബിന്റെ അനുഗ്രഹത്തിന്റെ മുൻപിൽ പരാജയപ്പെട്ടു പോയവരാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. പരിശോധിച്ചു നോക്കുമ്പോ ഇസ്ലാമിക ചരിത്രത്തിന്റെ ഓരോ രംഗത്തും ഇസ്ലാമിന്റെ വളർച്ച യുവാക്കളുടെ കർമ്മശേഷിയിലൂടെയായിരുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേവലം 17 വയസ്സുള്ള ഉസാമ റളിയല്ലാഹു അൻഹുവിനെ റോമക്കാർക്കെതിരെ നേതാവാക്കുന്ന ഒരു രംഗമുണ്ട്. 17 വയസ്സ്. ഇന്നൊന്ന് ചിന്തിച്ചു നോക്കണം. കയ്യിലിരിക്കുന്ന മൊബൈലിൽ 15 സെക്കൻഡിന്റെ റീലുകളിൽ ഉടുത്തതും ഉടുക്കാത്തതും കണ്ട് ആനന്ദ നൃത്തമാടുന്ന ഒരു +2 കാരന്റെ വയസ്സിന്റെ സമയത്ത് ഉസാമ എന്ന 17 വയസ്സുകാരനെ
ഹബീബായ നബി തങ്ങൾ റോമക്കാർക്കെതിരെ സൈന്യത്തിന്റെ നേതാവാക്കി. 1500 ജനങ്ങളോടൊപ്പം അന്ന് റോമക്കാർക്കെതിരെ പടപൊരുതാൻ ഇറങ്ങുന്നത് ഉസാമ റളിയല്ലാഹു അൻഹുവ. ആ ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ നിൽക്കുന്നവർ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ലോകത്തെ ചരിത്രത്തിൽ ഇടം പിടിപ്പിച്ച, ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരാക്കപ്പെട്ട പ്രവാചകന്റെ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്നത് 17 വയസ്സുള്ള ഉസാമ എന്ന ചെറുപ്പക്കാരനായിരുന്നു. ആ യുദ്ധക്കളത്തിൽ വെച്ച് ഉസാമ റളിയല്ലാഹു അൻഹുവിന് മാരകമായ മുറിവുകൾ പറ്റുകയും അവസാനം റബ്ബിന്റെ അരികിലേക്ക് തിരിച്ചുള്ള വിളിയുത്തരം കിട്ടുകയും ചെയ്തപ്പോ ആ മകന്റെ മരണവാർത്തയറിഞ്ഞ് റസൂലുള്ളാന്റെ ഉമ്മയുടെ സ്നേഹം കൊടുത്തു വളർത്തിയ പ്രവാചകന്റെ പ്രിയപ്പെട്ട വളർത്തുമ്മ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയായിരുന്നു ആ മകന്റെ ഉമ്മ. മരണവാർത്ത കേട്ട സെക്കൻഡിൽ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ആ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്: എന്റെ റബ്ബേ, എന്റെ മകൻ ഉസാമയെ നിന്റെ സ്വർഗത്തിൽ വെച്ച് ഞാൻ കണ്ടുമുട്ടിക്കൊള്ളാം. ഉസാമയെ തൊട്ട് ഞാൻ അഭിമാനിക്കുന്നു റബ്ബേ എന്ന് ഒരു ഉമ്മയുടെ നാവുകളുടെ പ്രാർത്ഥനകളാൽ റബ്ബിന്റെ അരികിലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, യുവാക്കളെ, നമ്മളെ നശിപ്പിക്കാൻ പലരും വേഷം കെട്ടിവരും. 2.5 മണിക്കൂറിന്റെ സിനിമക്കാരൻ വരും, ഏതെങ്കിലും മോഡലുകൾ വരും, പലതും ആസ്വാദനത്തിന്റെ പേര് പറഞ്ഞ് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ പണിയെടുത്തുകൊണ്ടിരിക്കും. അവർക്ക് മുൻപിൽ ആർജവത്തോടെ പറയാൻ പറ്റണം: എന്റെ അഭിമാനം എന്റെ ഇസ്ലാമാണെന്ന്, എന്റെ വസ്ത്രം എന്റെ ഇസ്ലാമാണെന്ന്, എന്റെ സ്വഭാവം എന്റെ ഇസ്ലാമാണെന്ന്. കാരണം അത്രയേറെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈ സമൂഹത്തിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടല്ലോ, ആകാശത്തു കൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റ് അങ്ങ് മടവൂരിൽ പിടിച്ചിറക്കി ഷെയ്ഖുനെ കയറിപ്പോയി എന്ന് കേൾക്കുമ്പോഴേക്കും തക്ബീർ വിളിക്കുന്നത് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടിയെ കൊയിലാണ്ടി കടപ്പുറത്ത് വെച്ച് താങ്ങി നിർത്തി ഇനി അങ്ങോട്ട് ഫറോക്ക് വരെ ഞങ്ങളെ ഷെയ്ഖിന്റെ കറാമത്തിന്റെ അല്ലെങ്കിൽ ജാറങ്ങളുണ്ടെന്ന പേരിൽ പിന്നീട് അങ്ങോട്ട് തീവണ്ടികൾക്ക് സ്പീഡ് കൂട്ടാൻ എഞ്ചിനീയർ ശ്രമിച്ചിട്ടും എഞ്ചിൻ അനങ്ങാത്ത അവസ്ഥയുണ്ടെന്ന് കേൾക്കുമ്പോ തക്ബീർ വിളിക്കുന്നത് മുസ്ലിം സമൂഹത്തിലുള്ള കുടുംബങ്ങളാണ്. കല്യാണം കഴിഞ്ഞിട്ടും ഗർഭം ധരിക്കാത്ത പെണ്ണിന് 18ാമത്തെ കൊല്ലം ഷെയ്ഖ് കഴിക്കുന്ന ബിരിയാണിയിൽ നിന്നും കോഴിക്കാലെടുത്തു കൊടുത്തപ്പോഴേക്കും പെൺകുട്ടി ഗർഭിണിയായി എന്ന വാദം മുതൽക്ക് മാസത്തിലൊരിക്കൽ അങ്ങ് മടവൂരിലെ ചിറ്റടി മീത്തലിലെ പറമ്പിൽ വന്ന് ഹിളർ നബിയോടും ജിബ്രീലിന്റെയും കൂടെ ഷെയ്ഖുന മടവൂർ കഞ്ഞിയും പയറും കുടിച്ചു പോകാറുണ്ടെന്ന കഥ മുതൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുകളിലൂടെ ഹജ്ജിന് പോകുന്ന കപ്പൽ നിന്നു പോയപ്പോ രാത്രികാലത്ത് ഷെയ്ഖിന്റെ പേരിൽ 100 കുത്തുബിയത്ത് ചൊല്ലിയപ്പോഴേക്കും വടിയും പിടിച്ച് പസഫിക് സമുദ്രത്തിന്റെ മുകളിലൂടെ കടന്നു വന്ന ഷെയ്ഖിന്റെ ബർക്കത്ത് കൊണ്ട് കപ്പലിന്റെ എഞ്ചിൻ സുരക്ഷിതമായി പിന്നീട് എത്തിയെന്നും പറയപ്പെടുന്ന അന്ധവിശ്വാസത്തിന്റെ കെട്ടുകഥകളുടെ ലോകമാ ഈ ഉമ്മത്തിന്റെ മുൻപിൽ തലേക്കെട്ടുകാരായ പുരോഹിതന്മാർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പരിണിത ഫലമാണ് പാവപ്പെട്ട ഒരു പെൺകുട്ടി പോലും ഈ കേരളക്കരയിൽ അനുഭവിക്കേണ്ടി വന്നത്. 5ാമത്തെ പ്രസവത്തിന് ഒരിക്കലും ആശുപത്രിയിൽ പോകാൻ പാടില്ലെന്ന് അതേ ഷെയ്ഖിന്റെ കാഫില പാടുന്ന ഒരു തലേക്കെട്ടുകാരൻ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ സ്വന്തം വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ പ്രസവ വേദനയുടെ വേദന സഹിച്ച് 9 മാസത്തെ സങ്കടത്തോടുകൂടി ഒരു പെണ്ണ് കരയുമ്പോ ആ പെണ്ണ് പ്രസവിച്ചപ്പോ തൊട്ടടുത്തുള്ള ഒരു കടയിലേക്ക് ഓടിച്ചെന്ന് 1.5 രൂപയുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബ്ലേഡ് വാങ്ങി ഒരു ഉമ്മയുടെയും ഒരു കുഞ്ഞിന്റെയും പൊക്കിൾ കൊടി മുറിച്ചു മാറ്റാൻ ഒരു തലക്കെട്ടുകാരന്റെ മനസ്സിന് മനസ്സാക്ഷി കുത്തില്ലെങ്കിൽ അത്രമാത്രം അപകടകരമായ അന്ധവിശ്വാസത്തിലേക്ക് ഈ ഉമ്മത്തിനെ കൊണ്ടെത്തിക്കാൻ ഇന്നത്തെ പുരോഹിതന്മാരായ ഭൗതികവാദികൾക്കും പണമോഹികൾക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നേർക്കുനേരെ കാണാൻ സാധിക്കും. ആ ജനതയെ നമുക്ക് തിരുത്തേണ്ടതുണ്ട്. മക്ക എന്ന ജനതയെ ഹബീബായ നബി തങ്ങൾ തിരുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ കൊണ്ട് ലോകത്തേറ്റവും ആദരിക്കപ്പെട്ട ജനക്കൂട്ടമായി പടച്ച റബ്ബ് തെരഞ്ഞെടുത്ത ആ മക്കയെ അള്ളാഹുവിന്റെ ഹബീബിനെ തിരുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര യുവാക്കളെ, കർമ്മശേഷി ഉപയോഗിക്കേണ്ടത് സീൽക്കാര ശബ്ദങ്ങളുടെ ബ്ലൂ ഫിലിമിന്റെ കാഴ്ചകൾക്ക് മുൻപിലല്ല, ഇരുട്ടറയാക്കപ്പെട്ട സിനിമാ കോട്ടകളിലല്ല, ഇരുചക്രവാഹനത്തിൽ 105 പെൺകുട്ടികളുടെ കമന്റുകൾ കിട്ടാൻ വേണ്ടി പാറിപ്പറക്കുന്ന ഭൗതികതയുടെ ആധുനിക ലോകത്തല്ല നമ്മളെ ചുറുചുറുക്ക് നമ്മൾ പ്രഖ്യാപിക്കേണ്ടത്. അന്ധവിശ്വാസങ്ങൾക്ക് മുൻപിൽ, അനാചാരങ്ങൾക്ക് മുൻപിൽ ഇബ്രാഹിം നബിയെ പോലെ, പ്രവാചകനെ പോലെ നെഞ്ചും വിരിച്ചു പറയാൻ പറ്റണം:
എന്റെ ആദർശം എന്റെ അഭിമാനമാണ് എന്ന്. എന്തുകൊണ്ട് ഞാൻ ഈ ആദർശവാദിയായി? ആളിക്കത്തുന്ന തീക്കുണ്ടാരത്തിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബിയെ വലിച്ചെറിയപ്പെടുന്ന സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞൊരു വാക്കുണ്ട്, ഹസ്ബുനല്ലാ ഹസ്ബുനല്ലാ, എനിക്കെന്റെ റബ്ബ് മതി, ഞാൻ അവനിൽ ബലമേൽപ്പിച്ചിരിക്കുന്നു. ആദർശ രംഗത്തിടപെടുമ്പോ കുറ്റപ്പെടുത്തലുണ്ടാകും, സ്വാഭാവികം. ആക്ഷേപങ്ങൾ ഉണ്ടാകും, സ്വാഭാവികം. ആളുകൾ കല്ലെറിയും. ഒരിക്കലും പൂച്ചെണ്ടുകളോ പൂമാലകളോ ബഹുമാനങ്ങളോ കിട്ടിക്കൊള്ളണം എന്നില്ല. എന്റെ വാപ്പയെ ഞാൻ കേൾക്കേണ്ടി വന്നത് ആദർശത്തിന് വേണ്ടി സംസാരിച്ചതിന്റെ പേരിലാ. എന്റെ ഉമ്മ വേശിയാണെന്ന് പോലും മറ്റുള്ളവരെ കൊണ്ട് ആളുകൾ ആക്ഷേപിച്ചത് മടവൂര് കാഫിലേക്ക് പോകരുത് എന്ന് പറഞ്ഞതിന്റെ പേരിലാ. ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഈ ഉമ്മത്തിൽപ്പെട്ട ഏതൊരുത്തൻ നമുക്ക് നേരെ ഉന്നയിച്ചാലും ആർജവത്തോടെ പറയാൻ പറ്റണം. നിരുത്സാഹപ്പെടുത്തുന്നവരുണ്ടാകും. അവർക്കൊക്കെ അവരുടെ ഇച്ഛയാണ് വലുതെങ്കിൽ നമ്മുടെ ഇച്ഛ എന്റെ റബ്ബിനു വേണ്ടി എനിക്ക് പ്രവർത്തിക്കണം, എന്റെ റബ്ബിനു വേണ്ടി എനിക്ക് പണിയെടുക്കണം എന്ന ചിന്തയാവണം. അല്ലെങ്കിൽ ഈ നൽകപ്പെടുന്ന ഓരോ അനുഗ്രഹങ്ങളും നാളെ റബ്ബിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടും. പ്രിയപ്പെട്ട യുവാക്കളെ, ഇന്ന് നമുക്ക് കരുത്തുണ്ട്. ഈ കൈകൾ ബലഹീനമാകുന്ന ഒരു ദിനം വരാനുണ്ട്. ഈ കറുത്ത രോമങ്ങൾക്ക് വെളുത്ത ചായം വരുന്നൊരു ദിനമുണ്ട്. ഈ കാണുന്ന കണ്ണുകളുടെ കാഴ്ചശക്തി കുറയുന്നൊരു കാലമുണ്ട്. കണ്ണെത്തുന്നിടത്ത് മനസ്സെത്താതാകുമ്പോ, മനസ്സെത്തുന്നിടത്ത് കാലെത്താതാകുമ്പോ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വാർദ്ധന്യങ്ങളിലേക്ക് ഞാനും നിങ്ങളും ചേർന്നെത്തുന്നതിന്റെ മുൻപ് കിട്ടിയ യൗവനത്തെ പടച്ചോന് വേണ്ടി തിരിച്ചു കൊടുക്കാൻ സാധിക്കണം. ഖബറിൽ, അന്തക്കിലും ഖൈബറിലും ഉഹദിലും ബദറിലും സ്വഹാബത്ത് കൊടുത്ത ആ ആദർശത്തിന്റെ രക്തം, ആ ആദർശത്തിന്റെ ജീവിതത്തിന്റെ അഭിമാനം തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും നാളെ ചോദ്യം ചെയ്യപ്പെടും. നൽകപ്പെട്ട സർവ്വതും അള്ളാന്റെ അടുത്ത് ഉത്തരം പറയേണ്ടി വരും. ലാ തസൂലു ഖദമാ അബ്ദിൻ യൗമൽ ഖിയാമ ലാ തസൂലു ഖദമാ. ഇതിലേക്ക് വരാത്തതിന്റെ പേരിൽ ഈ ലോകത്ത് ഒരാളും നിങ്ങളെ ആക്ഷേപിച്ചു കൊള്ളണം എന്നില്ല. ഈ സദസ് കഴിയുന്നതിന്റെ മുൻപേ എഴുന്നേറ്റ് നടന്നു പോകുന്ന ഒരു വ്യക്തിയോട് ഇരിക്കടോ എന്ന് പറയാൻ ഈ വേദിയിൽ ഇരിക്കുന്ന ഒരാൾക്കും സാധിക്കുകയില്ല. നേരം വെളുത്തിട്ട് സുബഹിക്ക് പള്ളിയിൽ വരാതെ കടന്നുറങ്ങുന്നവന്റെ വീട്ടിൽ ചെന്ന് എഴുന്നേറ്റ് വാടോ എന്ന് പറയാൻ ഒരാൾക്കും സാധിച്ചു കൊള്ളണമെന്നില്ല. എങ്കിലറിഞ്ഞോ, കാലുകൾക്ക് ചങ്ങലയിട്ട് നിൽക്കുന്ന ഒരു മഹ്ശറ ലോകം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരാനുണ്ട്. ലാ തസൂലു ഖദമാ അബ്ദിൻ യൗമൽ ഖിയാമ. ആ ഖിയാമത്ത് നാളിൽ റബ്ബിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരടിമക്ക് കാലിന്റെ അടി ഒന്നനക്കണമെങ്കിൽ അനക്കാൻ സാധിക്കില്ല മനുഷ്യരെ. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തിട്ടല്ലാതെ അൻ ഉംരിഹി, നിങ്ങളുടെ ആയുസ്സിനെ തൊട്ട് പഠനം മതിയോ, ജോലി മതിയോ? എങ്കിൽ ആഹാരം നഷ്ടപ്പെട്ടേക്കാം. പഠനം വേണം, ജോലിയും വേണം, സൗഹൃദം വേണം, യാത്രകൾ വേണം. കൂടെ റബ്ബിന്റെ മാർഗത്തിൽ പണിയെടുക്കാൻ സമയം കണ്ടെത്തണം. റബ്ബിനു വേണ്ടി വിയർപ്പ് തുള്ളികൾ വറ്റിക്കാൻ പറ്റണം. നെറ്റിത്തടത്തിലെ വിയർപ്പുമായി നാഥന്റെ അരികിലേക്ക് തിരിച്ചു പോകാൻ പറ്റണം. ഈ ലോകം മുഴുവൻ നേടാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഒരാൾക്ക് ഹിദായത്ത് എത്തിച്ചു കൊടുക്കാൻ എന്റെ പരിശ്രമം എനിക്ക് സാധിച്ചു എന്ന് ആ അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്ന നമ്മളെ ആയുസ്സിനെ പറ്റി നാഥന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടും. വഅൻ ശബാബിഹി, നിങ്ങളുടെ യൗവനത്തെ പറ്റി, ചുറുചുറുക്കുള്ള നിങ്ങളുടെ യുവത്വത്തെ കുറിച്ച് തീർച്ചയായും നാളെ റബ്ബിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടും. അതിനാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദർശ യൗവനം നമ്മുടെ അഭിമാനമാകണം. മുജാഹിദ് പ്രസ്ഥാനം മാത്രമേ ഈ സമൂഹത്തിന്റെ വെളിച്ചത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുള്ളൂ എന്ന് ആർജവത്തോടെ നമുക്ക് പറയാൻ സാധിക്കും. ഈ ഇട്ടാവട്ടത്തുള്ള കേരളക്കരയിൽ നൂറുകണക്കിന് മതസംഘടനകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്. എങ്കിലും നമുക്കുറപ്പിച്ച് പറയാൻ സാധിക്കും, ആരുടെയെങ്കിലും റാൻമൊഴികളായി അവിടെയും ഇവിടെയും കാലുവെച്ച് ആളുകൾക്കനുസരിച്ച് ആദർശം മാറ്റി പറഞ്ഞവരല്ല കേരളത്തിലെ മുജാഹിദീങ്ങൾ. എന്നും ഒരേ വാക്ക്. 1921 ഏറിയാടു നിന്നും ആരംഭിച്ച് 2025 എത്തി നിൽക്കുന്ന ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്നും ഈ ഉമ്മത്തിനോട് പറയാനുള്ളത്, ഇരുട്ടിന്റെ മറവിലും വെളിച്ചത്തിന്റെ പകലിലും വിജനതയുടെ മരുഭൂമിയിലും ഏതേത് സംഘടനയിലും ഏതേത് പ്രയാസത്തിലും ഏതേത് പരീക്ഷണത്തിലും ഏതേത് മനുഷ്യന്റെ മക്കളില്ലായ്മയിലും ഒരൊറ്റ വിളി, ഹസ്ബുനല്ലാ ഹസ്ബുനല്ലാ
എനിക്കെന്റെ റബ്ബ് മതി എന്ന ആദർശം അത് ഈ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ പണിയെടുക്കുന്ന ഒരൊറ്റ വിഭാഗം മാത്രമേയുള്ളൂ. അത് നമ്മളാ. എന്തേ കാരണം? കേരളത്തിലുള്ള മറ്റു പലരും സംസാരിക്കുന്നത് അവരുടെ അന്ധവിശ്വാസത്തിൽ നിന്നും ജനങ്ങൾ വിശ്വാസത്തിലേക്ക് മാറാതിരിക്കാൻ വേണ്ടിയാ. ചിന്തിച്ചു നോക്കൂ, ജാറത്തിങ്കലേക്ക് പോകരുത് എന്ന് പറയുന്നത് മുജാഹിദുകാരന്റെ ആദർശമായതുകൊണ്ടല്ല, ഹബീബായ മുത്തുനബിയുടെ ആദർശമായതുകൊണ്ടാ. മരിക്കുന്ന മുഹമ്മദ് എന്ന ഞാൻ, പ്രവാചകൻ എന്ന ഞാനാണെങ്കിൽ പോലും ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, എന്റെ ഖബർ പോലും നിങ്ങൾ കെട്ടിപ്പൊക്കി ആരാധിക്കരുതേ എന്ന് ഈ ലോകത്തോട് പഠിപ്പിച്ച ലോകത്തിന്റെ പ്രവാചകന്റെ ആശയം ഈ സമൂഹത്തിന് ഓതിക്കൊടുക്കുന്നവർ ഒരൊറ്റ കൂട്ടരേയുള്ളൂ. നമ്മൾ എന്ന വ്യക്തികൾ, ആദർശത്തിന്റെ അഭിമാനമുള്ളവർ, ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യത്തിന്റെ മുൻപിൽ ഒരു ജാറത്തിങ്കിലേക്കും കയറി ചെന്ന് കൈനീട്ടിക്കൊടുക്കാത്തവൻ, ഒരു മുടിയിട്ട വെള്ളത്തിനും ക്യൂ നിൽക്കാത്തവൻ, ഒരു മന്ത്രി ചൂതുന്നവന്റെ നാവിന്റെ തുപ്പലുകൾക്കും കാത്തു നിൽക്കാത്തവൻ, ഒരു ഊതിക്കുടിക്കുന്ന വെള്ളത്തിന് വേണ്ടി ക്യൂ നിട്ട് 10,000 ചെലവാക്കാത്തവർ നമ്മളാണെങ്കിൽ ആർജവത്തോടെ പറയാൻ പറ്റും, വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിം ആയതുകൊണ്ടാ, എന്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ച ആ ചിന്തകളുള്ളത് കൊണ്ടാ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാ. നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്നല്ല എന്റെ യുവാക്കളെ ചിന്തിക്കേണ്ടത്, എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും. 2003 മുതൽ 22 കൊല്ലം ഈ സമൂഹത്തിന് വെളിച്ചം കൊടുക്കാൻ റബ്ബ് എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ അതെന്റെ അഭിമാനമാണെന്നും റബ്ബിന്റെ കാരുണ്യമാണെന്നും നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. നമുക്കല്ല, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കണം. ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാ. ഫ്രാൻസിൽ ഏറ്റവും പേരുകേട്ട വിളക്കു നഗരം എന്നൊരു നാടുണ്ട്. പാരീസ് എന്നതിന് അറിയപ്പെടുന്നു. സിറ്റി ഓഫ് ലൈറ്റ് അഥവാ വെളിച്ചങ്ങളുടെ നാങ്ങാടി എന്ന് പറയപ്പെടാനുള്ള കാരണം എന്ത് എന്ന ചരിത്രത്തിന്റെ പിന്നിൽ ആ പാരീസ് ഒരു കാലഘട്ടത്തിൽ ഏറെ ഇരുട്ടു ബാധിച്ചൊരു പ്രദേശമായിരുന്നു. അപകടങ്ങൾ തുടർക്കഥ, എന്നും അപകടങ്ങൾ. ആ സമയത്തൊരു ചെറുപ്പക്കാരൻ വിദ്യാർത്ഥി അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി അദ്ദേഹം വായനക്കിരിക്കുന്ന സമയത്ത് ആ വിളക്കുമെടുത്ത് റോഡിന്റെ അരികിൽ വന്നിരുന്നു. ആ വെളിച്ചത്തിൽ അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി അവന്റെ ആ വെളിച്ചം കണ്ട് അപകടങ്ങൾ കുറയാൻ തുടങ്ങി. പിന്നീട് ഓരോ വീട്ടിലെ ചെറുപ്പക്കാരും അവരുടെ പഠനം വിളക്കുകൾ എടുത്ത് റോഡിന്റെ അരികിലേക്ക് മാറി. പിന്നീട് ആ നാട് അറിയപ്പെട്ടത് ലോകത്തേറ്റവും ഭംഗിയാക്കപ്പെട്ട, അല്ലെങ്കിൽ വിദേശികളുടെയും സഞ്ചാരികളുടെയും പർദീസ എന്നറിയപ്പെടുന്ന ദ സിറ്റി ഓഫ് ലൈറ്റ് എന്ന വെളിച്ചത്തിന്റെ നഗരമായി ഇന്ന് ലോക ഭൂപടത്തിൽ ഏറ്റവും മനോഹരമായ വെളിച്ചത്തിന്റെ നാടായി ആ പ്രദേശത്തെ മാറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കല്ല, എനിക്ക് ഈ സമൂഹത്തിൽ എന്ത് മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ആ കൂട്ടായ്മയോടെ ചേർന്നു നിന്ന് ഈ ഉമ്മത്തിന് വേണ്ടി പണിയെടുക്കാൻ നമ്മളെയുള്ളൂ. വേറെ പലരും രാഷ്ട്രീയ അജണ്ടയുള്ളവരാ, വേറെ പലരും ഹദീസ് നിഷേധം നടത്തി ജീവിക്കുന്നവരാ, വേറെ പലരും 2 തോണിയിൽ കാലിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാ, മറ്റു പലരും അധികാരം മോഹിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവരാ, മറ്റു പലരും വിദേശ പണം മാത്രം ആഗ്രഹിച്ച് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാ. അവർക്ക് മുൻപിൽ നമ്മളെയുള്ളൂ. സംഘമായി, കെട്ടായി ആര് തകർക്കാൻ നോക്കിയാലും, ആര് തളർത്താൻ ശ്രമിച്ചാലും, ആരൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും, ആരൊക്കെ നമുക്കെതിരെ പേനയുന്തിയാലും, ആരൊക്കെ നമുക്കെതിരെ വാൾ പോസ്റ്ററുകൾ ഇറക്കിയാലും, ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുന്യാനുൻ മർസൂസ്, ചേർത്തു വെക്കപ്പെട്ട കരിങ്കല്ലുകളെ പോലെ, ഒരു മല പോലെ നമ്മൾ ഒരുമിച്ച് നിന്നാൽ അള്ളാഹു കൂടെയുണ്ടാകും. പ്രിയപ്പെട്ട യുവാക്കളെ, ഇത്തിഹാദു ശുബ്ബാനുൽ മുജാഹിദീൻ ISM ശത്രുക്കളുടെ കണ്ണിൽ എന്നും കരടായി അവർക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരേ ഒരു കാരണം, ഗാനമേള സംഘടിപ്പിച്ച് അതിന്റെ ടിക്കറ്റ് കൊടുക്കാതെ പറ്റിച്ചതിന്റെ പേരിലല്ല, ഏതെങ്കിലും രാത്രികളിൽ നിശാ നൈറ്റുകൾ സംഘടിപ്പിച്ചതിന്റെ പേരിലല്ല, മറിച്ച് ISM മറ്റുള്ളവർക്ക് ശത്രുവാകുന്നത് ആദർശം കൃത്യമായി തുറന്നു പറഞ്ഞ് സമൂഹത്തിന്റെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സർവ്വതിനെതിരെയും കൃത്യമായ നിലപാടുകൾ അവതരിപ്പിച്ചതിന്റെ പേരിലാ. അതിന്റെ അണികളാകാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് തന്നിട്ടുണ്ടെങ്കിൽ കേവലം ഒരു റബ്ബർ സ്റ്റാമ്പിലല്ല നമ്മളുടെ ഉത്തരവാദിത്വം, കേവലം ഒരു സ്ഥാനത്തല്ല എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം. ISMന്റെ പ്രവർത്തകനാണോ, അതൊരിക്കലും ഖേദമായി പടച്ചോന്റെ അടുത്ത് കാണാതിരിക്കണം. ISMന്റെ പ്രവർത്തകനാണോ, ഒരിക്കലും അതൊരു നാണക്കേടായി
റബ്ബിന്റെ മുൻപിൽ വിചാരണക്ക് എടുക്കാതിരിക്കണം. എങ്കിൽ ചേർന്നു നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കണം. ആ ചെറുത്തുനിൽപ്പാണ് ഇന്ന് ലോകത്ത് മുസ്ലിം സമൂഹം ആഗ്രഹിക്കുന്നത്. ആ ചെറുത്തുനിൽപ്പാണ് അങ്ങ് ഫലസ്തീനിൽ ആ ജനത കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സയനിസ്റ്റുകൾക്കും ഫാസിസക്കാരനും ആ ഫലസ്തീൻ എന്ന നഗരം ഒരു കോമഡിയാണെങ്കിലും, അവർക്ക് പരിഹാസമാണെങ്കിലും, മനുഷ്യത്വം മരവിക്കാത്ത ലോകരാജ്യങ്ങൾ ഫലസ്തീനിന്റെ പട്ടിണിക്കൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ, അന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ലണ്ടനിലെ വട്ടമേശ സമ്മേളനത്തിൽ 10,000-കണക്കിന് രാഷ്ട്രതലവന്മാർക്ക് മുൻപിൽ എനിക്കെന്റെ രാജ്യം തരൂ, അല്ലെങ്കിൽ എന്നെ അടക്കാനുള്ള 6 അടി മണ്ണ് തരൂ എന്ന് ലോകത്തിന്റെ മുൻപിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്റെ നാവ് കൊണ്ട് ലോകം മറക്കാത്ത വാക്കുകൾ ഉച്ചരിച്ച മൗലാന ജൗഹർ അലിയുടെ വാക്കുകൾ കടമെടുത്ത് ഫലസ്തീനിന്റെ നേരെ നോക്കി ഇസ്രായേൽ ഭരണകൂടത്തോട് നമുക്ക് പറയാൻ സാധിക്കണം, ഫലസ്തീൻ ജനതയ്ക്ക്, ഫലസ്തീൻ മക്കൾക്ക് നിങ്ങൾ ഫലസ്തീൻ കൊടുക്കണം. നിങ്ങൾ പട്ടിണി കിട്ടാലും 4 ചുമരുകൾക്കുള്ളിൽ അവരെ ഉപരോധിച്ചാലും ചീറിപ്പാഞ്ഞു വരുന്ന തീയുണ്ടകൾക്ക് മുൻപിൽ സ്വന്തം വിരിമാറും വയറും കാണിച്ചു കൊടുത്ത് സ്വന്തം വിശ്വാസത്തിനും ആശയത്തിനും വേണ്ടി ജീവിക്കാൻ പടപൊരുതുന്ന ആ ഫലസ്തീനികളെ മനസ്സിലാലോചിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് നമ്മൾ പ്രവർത്തിക്കാനിടങ്ങണം. തൗഹീദിനു വേണ്ടി, അന്ധവിശ്വാസത്തിനെതിരെ, കാർന്നു തിന്നുന്ന ഈ സമൂഹത്തിന്റെ വൃത്തിഹീനമായ വിശ്വാസ സംസ്കാരത്തിനെതിരെ, പെണ്ണും കെട്ടുന്നതിനെതിരെ, ആണും ഗേ സെക്സ് നടത്തുന്നതിനെതിരെ, LGBTQ എന്ന മഴവിൽ മനോഹരങ്ങൾ ഈ കേരളക്കരയിൽ വർദ്ധിച്ചു വരുന്നതിനെതിരെ, ക്യാമറക്ക് മുൻപിലും പിന്നിലും പ്രവർത്തിക്കുന്ന, അഭിനയിക്കുന്ന, എന്റെ വീട്ടിൽ കയറ്റുമെന്ന് പരസ്യമായി കേരളത്തിലെ ഉമ്മമാരുടെ മുഖത്തടിച്ച മഹാനടനെതിരെ ആർജവത്തോടെ പറയാൻ പറ്റണം, ഞങ്ങളുണ്ട്. മനുഷ്യത്വത്തിന് വേണ്ടി പണിയെടുക്കുന്നവർ, മനുഷ്യനാകാൻ പഠിപ്പിച്ചവർ, മനുഷ്യർക്ക് ജീവിതത്തിന്റെ ലക്ഷ്യബോധം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നവർ, എല്ലാറ്റിനും അവസാനം കയറി ചെല്ലുന്ന മണ്ണെന്ന ലോകത്ത്, ഖബറെന്ന ലോകത്ത് കാത്തിരിക്കുന്ന ദൈവതൃപ്തിക്ക് വേണ്ടി ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ടും കർമ്മം കൊണ്ടും പണിയെടുക്കുന്ന നമ്മൾ ഉണ്ടാകുമ്പോൾ, നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആളുകൾ ഭയക്കണം. തിന്മകൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന്, അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നതിൽ നിന്ന്. അതിന് പകരം കേവലം സ്ഥാനത്ത് മാത്രം, ഇതുപോലത്തെ പരിപാടികളിൽ മാത്രം പങ്കെടുത്ത് മറ്റുള്ളവനെ നോക്കിക്കൊണ്ടിരുന്നാൽ, ആളുകൾ ഇല്ലാത്തത് കൊണ്ട് ഞാനും വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടം സമൂഹത്തിനല്ല, പകരം റബ്ബാരെയെങ്കിലും കൊണ്ടുവരും. നഷ്ടം നമ്മൾക്ക് മാത്രമാ. തോളിലെടുക്കുന്നവൻ